ഹലോ, നമസ്കാരം. ദൃശ്യം 3 വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് സത്യസന്ധമായ അഭിപ്രായം എന്താണ്? ഈ സത്യസന്ധമായ അഭിപ്രായം എന്ന് പറയുന്നതിന്റെ അർത്ഥം, ആരെങ്കിലും ഒന്ന് സത്യസന്ധമായ അഭിപ്രായം പറയൂ, ആരെങ്കിലും ഒന്ന് പറയാവോ പ്ലീസ്. പലപ്പോഴും പല സിനിമകൾ ഇറങ്ങുന്ന സമയത്തും ഇപ്പോൾ ദൃശ്യം 3 ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും പലരും ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിൽ റിവ്യൂ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള കമന്റുകളും അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ വരുന്നത്. അയാള് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇയാള് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, കൂടുതൽ നെഗറ്റീവ് ആണല്ലോ വരുന്നത്, കൂടുതൽ പോസിറ്റീവ് ആണല്ലോ വരുന്നത്. സത്യത്തിൽ എന്താണ് അവസ്ഥ? ആരെങ്കിലും ഒന്ന് സത്യസന്ധമായ അഭിപ്രായം പറയാവോ എന്നൊക്കെ. എനിക്കിതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ എനിക്ക് ലോജിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് എന്ത് സത്യം, എന്ത് നുണ? ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആർട്ട് അതേപോലെ ആഹാരം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. സോ അഭിപ്രായങ്ങളും ആ രീതിയിലേ വരത്തുള്ളൂ. ഇത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവാറില്ല. പിന്നെയും ഈ സത്യസന്ധമായ ഇതിൽ സത്യവും നുണയൊന്നുമില്ല. പല പല അഭിപ്രായങ്ങൾ വരും ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ചിട്ട്. പിന്നെ മറ്റൊരു ലോജിക്ക് പിടുത്തം കിട്ടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സത്യസന്ധമായ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ താഴെയും ഒരേ അഭിപ്രായമൊന്നുമല്ല വരിക. അവിടെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർ കമന്റ് ചെയ്യും. അപ്പോ അതൊന്ന് ഈ സത്യവും നുണയും ഈ ചോദിക്കുന്ന ആൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? അതും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പൊ ഈ ചോദിക്കുന്ന വ്യക്തി പോയി പടം കണ്ടു എന്നിരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അയാൾക്ക് ആ സിനിമ എങ്ങനെ തോന്നി എന്നുള്ളത് മനസ്സിൽ ആക്ച്വലി ഉണ്ടാവും. അപ്പോ കമന്റ് ബോക്സിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് മനസ്സിലാവും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായവും ഉണ്ട് എന്ന്. അല്ലാതെ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സത്യമായ അഭിപ്രായവും നുണയായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്ന ഒരു പരിപാടി ആക്ച്വലി ഇല്ല. ഇത് നമ്മളിവിടെ മലയാളി പൊടിയാണ്, മാങ്ങാത്തൊലിയാണ്, തേങ്ങാക്കൊലയാണ്, 100% ലിറ്ററസി എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ പോലും അത് സത്യമല്ല, മറ്റൊരാൾ സത്യം, ഇത് മാൻ, ദിസ് ഈസ് ജസ്റ്റ് ആൻ ഒപ്പീനിയൻ. ഇതിന്റെ അകത്ത് എന്തോന്ന് സത്യം, എന്തോന്ന് നുണ. ഇപ്പോ ദൃശ്യം 3യുടെ കേസ് പറയുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ പടമാണ്. ഇപ്പൊ ഇത് ഞാൻ പറയുന്നത് നുണയാണ്, നിനക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാൻ, ഞാൻ വളരെ വിശദമായിട്ട് വിശദീകരിച്ചു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റീസൺ സഹിതം പറയാം എന്തുകൊണ്ട് എനിക്ക് ദൃശ്യം 3 ഇഷ്ടപ്പെട്ടു എന്ന്. ബിക്കോസ് ദൃശ്യം 1ഉം 2ഉം പോലെയല്ല ദൃശ്യം 3 എന്നുള്ളതാണ് ദൃശ്യം 3യുടെ ഭംഗി എന്ന് പറയുന്നത്. 1ഉം 2ഉം ഒരു ത്രില്ലർ സെറ്റപ്പ്, എഡ്ജ് ഓഫ് ദ സീറ്റ് പരിപാടി, അല്ലെങ്കിൽ ഒരു ബുദ്ധി കാണിക്കുന്ന സംഗതി, ഇങ്ങനെ ആ രീതിയിൽ പോകുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഈ പറയുന്ന ആ ഫാമിലിക്ക് മൊത്തം ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ രീതിയിൽ പോകുന്ന ഒരു പരിപാടിയാണ് 1ഉം 2ഉം ഒക്കെ. 3യിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ഊട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബുദ്ധിമുട്ട്, മെന്റൽ കോൺഫ്ലിക്റ്റ്, അയാൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായ? ആ സാധനമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരു ഫാമിലിയിൽ ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒരു ക്രൈം അറിഞ്ഞോ അറിയാതെയോ ഒരു ക്രൈം നടന്നു. ഇത് ഇനി പുറകെ വല്ല വിഷയങ്ങൾ വരുമോ, പുറകെ ആരാണ് വരുന്നത് എന്ന് അറിയാത്തൊരു സാഹചര്യം. അത് ഫാമിലിയിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ല, അവര് നോർമലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോർജ് കുട്ടിയാണ് അവിടെ കൂടുതൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നത്, ഇമോഷണലി ഉള്ളത്. കാരണം മറ്റുള്ളതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് പുറകെ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നുള്ളത് അയാൾക്ക് ബോധ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ അയാളുടെ ടെൻഷൻ പരിപാടികൾ, അത് ഫോക്കസ് ചെയ്തിട്ട് ആണ് ഈ കഥ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് എനിക്കൊരു പുതുമ തോന്നി, അല്ലെങ്കിൽ അത് എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ എനിക്കത് നല്ലൊരു കിടിലൻ ഉഷാർ അപ്രോച്ച് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് മാത്രമല്ല, ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ
ഇതിന്റെ അകത്ത് ത്രില്ലർ എലമെന്റ്സ് ലൈക്ക് 1 and 2 പോലെ അല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കാണുന്ന ദൃശ്യമായതുകൊണ്ട് തന്നെ എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ത്രില്ല് ഫീൽ ആയിരുന്നു. ഞാൻ അത്രയും എൻഗേജിങ് ആയിട്ടാണ് ആ സിനിമ കണ്ടു തീർത്തത്. ഇതാണ് എന്റെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള ടേക്ക്. ഇതാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്, കുറച്ചും കൂടി വലുതാക്കാനുള്ള ഒരു സെറ്റപ്പ്, മനസ്സിലായ അത് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇതിന്റെ 4ലേക്ക് വരുന്ന സമയത്ത് ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൃശ്യം എന്ന് പറയുന്ന ബ്രാൻഡ് ഇനിയിപ്പോ 4 വന്നാലും 5 വന്നു കഴിഞ്ഞാലും ആസ് എ പ്രേക്ഷകൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി, വളരെ ക്യൂരിയസ് ആയി, വളരെ എന്താ പറയാ പ്രതീക്ഷയോടുകൂടി തന്നെയായിരിക്കും അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റിൽ നല്ല വിശ്വാസമുണ്ട്. ബിക്കോസ് ശരിയാണ്, ജീത്തു ജോസഫിന്റെ മറ്റ് സിനിമകൾ കുറെ മിക്സഡും പരിപാടികളും അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറെ വിയോജിപ്പുകളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ആ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ദൃശ്യത്തിലേക്ക് വരുന്ന സമയത്ത് ജീത്തു ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അല്ലെങ്കിൽ ജീത്തുവിന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് പെടയായിരിക്കും. മേക്കിംഗ് സീരിയൽ ലെവലിൽ നിന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് വേറെ ലെവലാണ് എന്ന് എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ദൃശ്യം 3യുടെ കേസിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകുന്നേ. ഇതിന്റെ അകത്തുള്ള ഇന്റർവെൽ സീൻ ആയിക്കോട്ടെ, അത് കിടു സാധനമായിരുന്നു. അതേപോലെ തന്നെ അവസാനത്തെ കുറെ സാധനങ്ങളുണ്ട്, അതായത് ക്ലൈമാക്സ്. ഇത് എഴുതി വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിസാര ബുദ്ധിയൊന്നും പോരാ. നല്ല നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചിന്തിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ എഴുതി വെക്കണ്ടേ, ഇത് എടുത്തു വെക്കണ്ടേ, നിസാര പരിപാടിയില്ല. അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള എഫേർട്ടാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ടേക്ക് ആയിരുന്നു. അത് സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അത് ഞെട്ടിക്കുന്നൊരു സാധനമാണ്. ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ, അത് ഞാൻ പറഞ്ഞു, ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ആർക്ക് ഉണ്ട്, അതിന്റെ പോക്കാണ്, അതിന്റെ ഒരു ഡെവലപ്മെന്റ്. അല്ലെങ്കിൽ ഇതിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് എന്നെ തന്നെ പേടിയാവുന്നു എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞെന്നുള്ളത് സിനിമ കാണുമ്പോൾ ആക്ച്വലി മനസ്സിലാവും. അത് അയാളുടെ അവസ്ഥയാണ്, അയാളുടെ അവസ്ഥയാണ്. അയാളുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഏത് അറ്റം വരെയും പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഏത് അറ്റം വരെയും പോകുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അതാ ഞാൻ പറഞ്ഞ ദൃശ്യം 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ അകത്തൊക്കെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ പോകുന്നതിന്റെ റീസൺ എന്താണ്? അവിടെ ഈ പറയുന്ന ജോർജ് കുട്ടിയുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കല്യാണാലോചനയും പരിപാടി അതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോ അതിൽ ഈ മീനൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ മക്കൾക്കായിക്കോട്ടെ, ഒന്നിലും രണ്ടിലും നോക്കുകയാണെങ്കിൽ അവർക്കും കുറെ ടെൻഷനും പരിപാടികൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് അവര് കുറച്ചൊന്ന് ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി വന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അതൊരു രീതിയിലാണ് അവരുടെ ബിഹേവിയറും പരിപാടികളൊക്കെ പോകുന്നത്. ജോർജ് കുട്ടി ഒരു പ്രശ്നത്തിലൂടെ ഭയങ്കര മാനസികാവസ്ഥയിലൂടെയാണ് ആക്ച്വലി കടന്നു പോകുന്നത്. ഇവിടെ ഞാൻ ആ ഒരു സ്ക്രിപ്റ്റിങ്ങും എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ പുള്ളി പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്. എജാതി കിടുവായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങേരുടെ ബോഡി ലാംഗ്വേജ്, ഐസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തരെയും നോക്കുന്ന നോട്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് എന്തൊരു ഓറയാണ് ആക്ച്വലി തരുന്നത്. ലാസ്റ്റ് സിദ്ദിഖിന്റെ അടുത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, അത് പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കിക്ക് കിട്ടും അവസാന സമയത്ത്. ലാലേട്ടൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, മനസ്സിലായ? ആസ് എ പ്രേക്ഷകൻ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും. ചിലപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഇതിനെ നോക്കിക്കണ്ട രീതിയിലായിരിക്കില്ല ബാക്കിയുള്ള ആൾക്കാർ നോക്കിക്കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന്റെ റീസൺസ് ഇതൊക്കെയാണ്. എനിക്ക് എന്തുകൊണ്ട് ഇത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഫാമിലി എന്നുള്ളൊരു ഒരു ബോറടി എന്താണ് പറയുക ലാഗിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നാതിരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ ദൃശ്യമാണ് കാണുന്നത്. ദൃശ്യത്തിന്റെ അടുത്തൊരു ഫേസ് ആണ് ഞാൻ കാണുന്നത്. ഇതിന്റെ ഡെവലപ്മെന്റ് ആണ് ഞാൻ കാണുന്നത്. ആ ഒരു ആർട്ടിന്റെ ഒരു പുതുമയെ ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് പറയാ റെഡി ആയിരുന്നു. കാരണം പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജീത്തു ജോസഫ് പറഞ്ഞൊരു കാര്യം ഉണ്ട്, ഇത് 1 ഉം 2 പോലെ ഒരു സംഗതിയല്ല, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സാധനം, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് ഇതിനെ എടുത്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ജോർജ് കുട്ടി ജോർജ് കുട്ടിയുടെ പുറകിലെ ആർക്കുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ എഡ്ജ് ഓഫ് ദി സീറ്റ് സെറ്റപ്പിലാണ് അത് പോവുക. ഇതിൻ്റെ അകത്ത് ജോർജ് കുട്ടിയുടെ പുറകെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ആക്ച്വലി അറിയില്ല എന്നുള്ളൊരു സംഗതി ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം
ഇത് ഇത് അറിയാതെ പോയവരുണ്ടാവും. ഞാൻ പിന്നെ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഞാൻ ഇത് പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. ഐ വാസ് ഡാം ഷുവർ, എനിക്കറിയാം ഇത് 1ഉം 2ഉം പോലെ എന്താണ് ഇങ്ങനെ ഞെട്ടിച്ചോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ജോർജ് കുട്ടിയുടെ ബുദ്ധി കാണിച്ചോണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന പരിപാടി മാത്രമായിരിക്കില്ല ഇത് എന്നുള്ളത് ഐ വാസ് ഡാം ഷുവർ. ലാസ്റ്റ് സാധനം വരുന്നുണ്ട്, പക്ഷെ അതുവരെ എന്ന് പറയുന്നത് കുറെ കോൺഫ്ലിക്റ്റുകളാണ്. ഇങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കോൺഫ്ലിക്റ്റുകൾ, അത് അയാളുടെ ശരീര ഭാഷയിൽ തന്നെ ആക്ച്വലി ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, സ്പോയിലർ സഹിതം ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ സ്കെച്ച് അടക്കം, അല്ലെങ്കിൽ ക്യാരക്ടർ പല ആൾക്കാരുടെ ക്യാരക്ടർ ആർക്കിനെ കുറിച്ചും ആരൊക്കെ എന്തിനു വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് മൈന്യൂട്ടായിട്ട് കഥ മൊത്തം ഇവിടെ ഇരുന്ന് പറയാം. പക്ഷെ പടം ഇറങ്ങിയിട്ട് ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി പറയാൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്ന ആൾക്കാരുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാരണ സഹിതങ്ങൾ പറയാത്തത്, എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ടു എന്നങ്ങ് പറയല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് റീസൺസ് ആക്ച്വലി ഉണ്ട്. അത് അക്കമിട്ട് നിരത്താൻ അറിയുകയും ചെയ്യാം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, ഈ സത്യസന്ധമായ അഭിപ്രായം പറയൂ, സത്യസന്ധമായ അഭിപ്രായം ആരെങ്കിലും എന്ന് പറ. സത്യം എന്ത് നുണ എന്തെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ പോയി പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ പിന്നെ വേറെ കുറെ കൂട്ടരുണ്ട്, പോയി പടം കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ പുറത്ത് നമ്മളെ വന്ന് ചീത്ത വിളിക്കും. അതായത് ഞാൻ നീ കണ്ടത് ഇതെന്തൊരു ഓർപ്പടമാണ് പൊട്ട വേളുവ് കേട്ടവന്മാരെ. എനിക്ക് അത്തരത്തിലുള്ള ആൾക്കാർ ഒരു ദാക്ഷിണ്യവും ഇല്ല. ഞാൻ പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ വിവരം കേട്ടവന്മാരെ തന്നെ വിളിക്കും. എടോ, നീ കണ്ട പടം തന്നെ ആയിരിക്കും ഇവിടെയുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നീ എടുത്ത രീതിയിൽ തന്നെ എല്ലാവരും പടത്തെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കൂ? അത് നടക്കണ പരിപാടിയല്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ കുറെ കൊറ്റനാണന്മാര്. എല്ലാവരുടെ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാലും കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറെ മാക്രികൾ ഫേസ്ബുക്കിൽ ഒരു പേര് തുടങ്ങി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ മെക്കെട്ട് കയറാൻ. ഇനി ആരെങ്കിലും കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമാക്കാരെ തന്നെ വന്നിട്ട് അങ്ങോട്ട് തെളിയിക്കട്ടെ. എനിക്ക് അത്രയും അതാണ് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ വേറെ പല സിനിമകൾ ഇറങ്ങിയ സമയത്ത് ഇവിടെ ആരൊക്കെയോ എന്തോ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് നിന്നു. എടോ, അയാൾ ചിലപ്പോ എന്താണ് പറയുക, വേറൊരു നല്ല ഒരു മൂഡില് ഒരു പ്രത്യേക മൂഡിലൊക്കെയാണ് പോയി പടം കാണുന്നത്. അയാൾക്ക് കഷ്ടകാലത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അയാൾ അതേ പറയുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, കാശ് വാങ്ങിയിട്ട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം നാളൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ ഈ പൈസ കൊടുത്തതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അത് ഇതും ഒക്കെ ആയിട്ട് വെളിയിലേക്ക് ഇങ്ങനെ വരും, പ്രൂഫ് സഹിതം വരും. അത് മനസ്സിലാക്കുക. ഇതിന്റെ അകത്ത് ഇരുന്നിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. അതുകൊണ്ട് കൃത്യമായിട്ട് അറിയുന്നുകൊണ്ട് പറയുന്നതാണ്. പൈസ മേടിച്ചിട്ട് ഇവിടെ ഒരാൾ ഒരു തേങ്ങാക്കൊലയും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഈ പറയുന്ന ഒരു ചെറിയ സെൽഫ് റെസ്പെക്റ്റും ഈഗോവും പരിപാടിയൊക്കെ ഉണ്ട്. ആരുടെയൊന്നും കൈനീട്ടി വാങ്ങിയിട്ട് ആർക്കും വേണ്ടിയിട്ട് ചന്തി കഴുകി കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. ഈ ഒരു റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് എടുത്തു പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ കുറെ ആൾക്കാർക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് വാങ്ങി ചെയ്തു എന്നുള്ള നാണംകെട്ട വൃത്തികെട്ട തേർഡ് റേറ്റ് വർത്താനം പറയും. ഇത് ഒരു കാര്യം അറിയാതെ പറയരുത് കേട്ടോ. നിങ്ങൾക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കാശ് വാങ്ങി പറഞ്ഞു എന്ന് പറയുന്നത് നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ കൊണ്ടാണെന്നേ പറയാനുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ചൂടാവുന്നതല്ല കേട്ടോ, നോർമലി പറയുന്നതാണ്. അതൊരുമാതിരി എന്താണ് എല്ലാം ഞാനാ ശരി എന്നുള്ള മൂടാണല്ലോ. നിങ്ങളെ ആരും വന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അടിച്ചേൽപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ടേക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടേക്ക് ഉണ്ടാവും. അഭിപ്രായം പറഞ്ഞാൽ സ്ഥലം വിടുക, ദാറ്റ്സ് ഇറ്റ്. അതാണ് എല്ലാം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത്. അല്ലെങ്കിൽ റിവ്യൂ എന്നല്ല, ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതിനെ ആ രീതിയിൽ എടുത്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഈ റിവ്യൂ വീഡിയോസ് ഇപ്പൊ ദൃശ്യത്തിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ സീരിയസ്ലി അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ പറയണം. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. പക്ഷെ കമന്റ് ബോക്സ് നിങ്ങൾ എടുത്ത് നോക്കരുത്. കുറെ തെണ്ടികൾ, കുറെ എംബോഹികൾ ഈ സിനിമയ്ക്കകത്തുള്ള സസ്പെൻസും അല്ലെങ്കിൽ ക്യാരക്ടറും പരിപാടികളൊക്കെ എന്താണ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, സ്പോയിൽ ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ. പലരും ഈ സ്പോയിലർ സീൻസ് പബ്ലിക്കിൽ ഇടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അധികം ഈ കമന്റ് ബോക്സിൽ പറയുന്നതിനെ കുറിച്ചിട്ട് ആരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നതാണ്, റിവ്യൂസ് നിങ്ങൾ കണ്ടോ, പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. വീഡിയോസ് കാണുമ്പോൾ കമന്റ് ബോക്സ് ഇങ്ങനെ ഇരുന്ന് നോക്കും. ഇപ്പൊ വല്ല മാക്രികൾ വന്നിട്ട് സസ്പെൻസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടാ പോയി, നമുക്ക് ആ ഒരു സുഖമേ നഷ്ടപ്പെട്ടു.
അപ്പൊ എത്ര പറയാനുള്ളൂ, ഞാൻ വീണ്ടും പറയുന്നു, ദൃശ്യം 3 എന്ന് പറയുന്നത് 1ഉം 2ഉം പോലൊരു കൈൻഡ് ഓഫ് സംഗതി അല്ല. ഇത് വേറൊരു ഫേസ് ആണ് ഇത്. ഇനി 4 വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 3 കണ്ടാൽ മനസ്സിലാവും. ഇനി 4 വരുന്ന സമയത്ത് അത് പക്ക എന്താണ് പറയാ, ഒരു 1ഉം 2ഉം പോലെയുള്ള ജോർജ് കുട്ടിയുടെ ബുദ്ധിയും അല്ലെങ്കിൽ എന്താ പറയാ അല്ലാതെ എന്താ പറയാ ഉള്ള എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനങ്ങളും ഉള്ള പരിപാടിയായിരിക്കും അത്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമോഷണലി ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെ അങ്ങനെ കാണുന്നത്. ഇതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഞാൻ ആ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരിതും കൊണ്ട് പോയിട്ട് കാശ് വാങ്ങി അല്ലെങ്കിൽ ഈ പൊട്ടം വർത്താനം പറയാൻ വേണ്ടി നിൽക്കരുത്. ഏത് സത്യസന്ധമായ അഭിപ്രായം പറയണം, നാണംകെട്ടവനെ മറ്റവനെ മറച്ചവനെ എന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു പറയാനുള്ളത്, നാണംകെട്ടവനെ കണ്ണിക്കണം. ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നുള്ളത്. അല്ലാണ്ട് അവനവന്റെ സാധനം ബാക്കിയുള്ള ആൾക്കാരുടെ തിരികാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നാണംകെട്ടവനെ തിരിച്ചു പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്.